ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ജെ ജെ ക്രിയേഷൻസിലേക്ക് സ്വാഗതം. ഇതാണ് നമുക്ക് പ്ലാസ്റ്റിക് കവർ ഉപയോഗിച്ച് വീണ്ടും നമുക്ക് കുറച്ച് പൂക്കൾ ഉണ്ടാക്കിയാലോ. അതിന് വേണ്ടിയിട്ട് ഇതേപോലെ പ്ലാസ്റ്റിക് കവറുകൾ എടുത്തിട്ടുണ്ട്. ഞാൻ ഈ കളറുകളാണ്, ഇത്രയും കളറുകളാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഇങ്ങനെ രണ്ട് മൂന്ന് കളറുകൾ ഞാൻ ഇതേപോലെ എടുത്തിട്ടുണ്ട്. ഇതേപോലെ നമുക്ക് കുറച്ചധികം കളറുകൾ എടുക്കാം. ഇതിങ്ങനെ രണ്ട് കളർ വെച്ച് ഒന്നിച്ച് അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് രണ്ട് കളർ വെച്ച് ഒട്ടിച്ച് എടുത്തിരിക്കുന്നതാണ് കേട്ടോ. ഇതും അതുപോലെ തന്നെ തേച്ചെടുത്തിരിക്കുന്നതാണ്. നമ്മൾ തേപ്പൊട്ടി ഉപയോഗിച്ച് ചൂടാക്കി പേപ്പർ അടിയിലിട്ട് എല്ലാ പ്രാവശ്യം പറയുന്ന പോലെ തന്നെ ഞാനിതിങ്ങനെ തേച്ചെടുത്തിരിക്കുന്നതാണ്. എന്നിട്ട് ആദ്യം നമ്മളിത് ചതുരത്തിൽ എടുത്തിരിക്കുന്ന ഈ പേപ്പർ എല്ലാം തന്നെ ഞാൻ ചതുരത്തിലാണ് എടുത്തിരിക്കുന്നത്. ഇതൊരു 2.5 ഇഞ്ച് ചതുരത്തിലുള്ള ഒരു ചെറിയൊരു പേപ്പർ എടുക്കുക. അതിങ്ങനെ നമുക്കൊന്ന് കോണായിട്ടൊന്ന് മടക്കി കൊടുത്തു. അത് കഴിഞ്ഞ് വീണ്ടും നമുക്കൊന്നും കൂടി ഒന്ന് മടക്കുക. ഇങ്ങനെ ഒന്ന് മടക്കി എടുക്കുക. ഇങ്ങനെ കോണായിട്ട് മടക്കി എടുത്തിരിക്കുന്നതിന് നമുക്കിതിങ്ങനെ ഒന്നും കൂടെ നമുക്കിങ്ങനെ ഒന്ന് മടക്കി കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ കോണായിട്ട് നമ്മൾ മടക്കിയതിനെ ഇങ്ങനെ ഒന്ന് മടക്കി കൊടുത്തു. ഇതേപോലെ ഒന്ന് മടക്കിയെടുത്തതിന് ശേഷം ഇതൊപ്പം നമുക്കിങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. ഇതേപോലെ ഞാനൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് ഇതൊന്ന് ചെറിയ ചെറിയ പെറ്റലുകളായിട്ട് നമുക്ക് ഇങ്ങനെയൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതെങ്ങനെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. ഇതേപോലെ ഞാനിങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുത്ത് നമുക്ക് ചെറിയ ഇതായിട്ട് എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇതേപോലെ ഒരെണ്ണം കട്ട് ചെയ്തെടുക്കുക. കണ്ടോ, ഇങ്ങനെ നമുക്ക് വിടർന്ന് കിട്ടും. ഇങ്ങനെ നമുക്ക് കിട്ടുന്നതിന് നേർപകുതിയാക്കി നമുക്ക് എടുക്കാം. ഇത് രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തു. ഇതേപോലെ ഇങ്ങനെ ഒരു പീസ് എടുക്കുക. പിന്നെ നമുക്ക് പൂ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് പൂവിൻ്റെ പെറ്റലുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഇങ്ങനെ കോണായിട്ടൊന്ന് മടക്കി കൊടുത്തു. അല്ലെങ്കിൽ നമുക്ക് ഇതേപോലെ ചതുരത്തിൽ മടക്കിയാലും മതി കേട്ടോ. ഞാനിപ്പോൾ ഇങ്ങനെ മടക്കി കോണായിട്ട് മടക്കുക, അല്ലെങ്കിൽ ചതുരത്തിൽ മടക്കുക ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ഇതേപോലെ ഇങ്ങനെ എടുത്തതിന് ശേഷം ഇങ്ങനെ ആദ്യം ഒന്ന് മടക്കി കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെയൊന്ന് മടക്കി പിന്നെ നമുക്ക് കോണായിട്ട് മടക്കിയാലും മതി. ഇതേപോലെ നമുക്കൊന്ന് മടക്കിയെടുത്താലും മതി. എങ്ങനെയായാലും മതി കേട്ടോ. ഇങ്ങനെയൊന്ന് മടക്കിയെടുത്തു. അടുത്തതിന് ശേഷം നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇതിൻ്റെ പെറ്റൽ കട്ട് ചെയ്യാനായിട്ട് ഇതേപോലെ ഇപ്പോൾ ഇത്രയും പീസുകളുണ്ടല്ലോ, ഇങ്ങനെ എടുത്തതിന് ശേഷം ഈ രീതിയിലാണ് ഞാൻ ഇതിൻ്റെ പെറ്റലുകൾ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. കണ്ടോ, ഇങ്ങനെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. കണ്ടോ, ഇങ്ങനെയാണ് നമുക്ക് പെറ്റൽ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് മെഴുകുതിരി ഉപയോഗിച്ചൊന്ന് ചൂടാക്കി കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ആദ്യം മെഴുകുതിരി ഒന്ന് കത്തിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇതേപോലെ ഒന്ന് ചൂടാക്കി കൊടുക്കാം. ഞാൻ കൈ പൊള്ളിക്കരുത്, ഞാൻ എല്ലാ പ്രാവശ്യവും അങ്ങനെ തന്നെ പറയാറുണ്ട്, കൈ പൊള്ളിക്കരുത്. അത് എപ്പോഴും പറയുന്നതുകൊണ്ട് നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക കേട്ടോ. കൈ പൊള്ളിക്കരുത്. മെഴുകുതിരിയിൽ നമ്മളിത് പ്ലാസ്റ്റിക്കും കൂടി ആയതുകൊണ്ട്, തീയിൽ നമ്മളിത് പ്ലാസ്റ്റിക്കും കൂടി ആയതുകൊണ്ട് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക കേട്ടോ. ഇതിങ്ങനെയൊന്ന് ചൂടാക്കി ഇങ്ങനെയൊന്ന് എടുക്കുക. അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡും അതേ രീതിയിൽ തന്നെ നമുക്കൊന്ന് ചൂടാക്കി എടുക്കണം. അങ്ങനെ എല്ലാ പെറ്റലുകളും ഇതേപോലെ തന്നെ ഒന്ന് ചൂടാക്കി കൊടുക്കുക. എല്ലാ സൈഡും ആദ്യം അവിടെ ചൂടാക്കി അതിന് ശേഷം നേരെ ഓപ്പോസിറ്റ് സൈഡിൽ നമ്മളിങ്ങനെ ഒന്ന് മടക്കി എല്ലാ പെറ്റലുകളും ഇതേപോലെ തന്നെ നമുക്ക് നല്ല രീതിയിൽ ചൂടാക്കി എടുക്കണം. എന്നാലാണ് നമുക്കിതിങ്ങനെ ഇപ്പോൾ വിടർന്നിരിക്കുന്നത് ഇത് നമുക്കൊന്ന് ഒരു പെറ്റലിൻ്റെ രീതി അല്ല ഒരു പൂവിൻ്റെ രീതിയിലാക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ നമുക്ക് ഇങ്ങനെയൊന്ന് ആക്കിയെടുത്തെങ്കിൽ മാത്രമേ പറ്റുള്ളൂ കേട്ടോ. ഇതാണ് നമ്മൾ ഈ രീതിയിൽ ഇത് ചുറ്റിനും നമ്മൾ ഇതേപോലെ ഒട്ടിച്ചെടുത്തു. അതിന് ശേഷം നമുക്ക് ഓരോ പെറ്റലിൻ്റെ അറ്റം തമ്മിൽ ഇങ്ങനെയൊന്ന് കൂട്ടിപ്പിടിക്കുക. ഇങ്ങനെയൊന്ന് കൂട്ടിപ്പിടിച്ചതിന് ശേഷം ഇതുണ്ട്, ഇതേപോലെ ഒന്ന് കൂട്ടിപ്പിടിക്കുക.
കൂട്ടിപ്പിടിച്ചിട്ട് നമുക്ക് ഇതിങ്ങനെ മറിച്ച് പിടിക്കണം. ഇങ്ങനെ പിടിച്ചതിന് ശേഷം നമുക്ക് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി കൊടുത്തതിന് ശേഷം ഇങ്ങനെയൊന്ന് വലിച്ചു കഴിയുമ്പോൾ ഈ രീതിയിൽ നമുക്ക് കിട്ടും. കണ്ടോ, ഇങ്ങനെ നമുക്കൊന്ന് ആക്കിയെടുക്കണം. അത് കഴിഞ്ഞ് ഇവിടെ കൂടി ഒന്ന് ചൂടാക്കിയെടുക്കാം. ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കാനേ പറ്റുള്ളൂ. ചെറുതായിട്ടൊന്ന് ചൂടാക്കിയതിന് ശേഷം ഇതും കൂടെ ഒന്ന് വലിച്ചു കൊടുക്കുക കേട്ടോ. കണ്ടോ, ഇവിടെ കൂടെ ഒന്ന് വലിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് പെറ്റലിങ്ങനെ ഒന്ന് വിടർന്നിരിക്കുന്ന രീതിയിൽ നമുക്ക് കിട്ടും. ഇതുണ്ട്, അറ്റ ഇങ്ങനെ കൂർമ്മിച്ചിരിക്കുന്ന പോലെ നമുക്ക് കിട്ടും. കണ്ടോ, ഇങ്ങനെ നമ്മളാക്കിയെടുക്കുക കേട്ടോ. ഇത് രണ്ടും കൂടെ ഈ ഒരു പെറ്റലെടുത്ത് അതിൻ്റെ നമ്മളിങ്ങനെ ഇത് രണ്ടും കൂടെ കൂട്ടിപ്പിടിച്ച് തിരിച്ച് പിടിക്കണം കേട്ടോ. ഈ സൈഡിൽ ഇങ്ങനെ പിടിച്ചതിന് ശേഷം നമുക്കിതൊന്ന് ചൂടാക്കി കൊടുക്കണം. രണ്ട് വശവും ഇതുപോലെ തന്നെ ഒരേപോലെ തന്നെ ഇങ്ങനെ ഇരിക്കണം കേട്ടോ. ഇങ്ങനെ ഒട്ടിച്ചിരിക്കണം. അതിന് ശേഷം ഇതൊന്ന് പതുക്കെ ചൂടാക്കി കൊടുത്തിട്ട് ഒന്ന് വലിച്ചെടുത്താൽ മതി. അപ്പോൾ നമുക്കിതിങ്ങനെ ഇത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കാണിക്കുമ്പോൾ കൈയൊന്നും പൊള്ളിക്കരുത് കേട്ടോ. ഇങ്ങനെ ഒന്ന് എടുത്തതിന് ശേഷം ഇങ്ങനെ വലിച്ച് ഒന്ന് എടുത്താൽ മതി. അപ്പോൾ അതിങ്ങനെ നീണ്ടു കിട്ടും. കൈ പൊള്ളിക്കരുത് കേട്ടോ. പൊള്ളിക്കാതെ വേണം നമുക്ക് ഇതേപോലെ ചെയ്തെടുക്കാനായിട്ട്. സൂക്ഷിച്ച് ഇതൊക്കെ കൈകാര്യം ചെയ്യുക കേട്ടോ. എല്ലാ വശവും ഞാൻ ഇതേപോലെ തന്നെ ചൂടാക്കി എടുത്തു. അപ്പോൾ നമുക്കിത് ഈ രീതിയിൽ നമുക്ക് കിട്ടും. ഇങ്ങനെ നമുക്ക് പെറ്റലുകൾ എത്ര പൂ വേണോ അതനുസരിച്ച് നമ്മൾ പെറ്റലുകൾ ഉണ്ടാക്കിയെടുക്കുക കേട്ടോ. ഇങ്ങനെ നമുക്ക് പെറ്റൽ കിട്ടും. അതിന് ശേഷം നമുക്കൊരു നൂൽക്കമ്പി എടുക്കാം. നൂൽക്കമ്പി എടുത്തതിന് ശേഷം നമുക്ക് അറ്റം ഒന്ന് വളച്ചു കൊടുക്കണം. നൂൽക്കമ്പി എടുത്തിട്ട് അറ്റം ഒന്ന് വളച്ചു കൊടുത്ത് നമുക്ക് ഇതിലേക്ക് ഞാനിതാ ഇങ്ങനെ ഗ്രീൻ കളറിലുള്ള ഒരു പേപ്പർ ഞാനിതേപോലെ ഇങ്ങനത്തെ ഗ്രീനയിൽ ഞാനിതേപോലെ കറുപ്പ് ഞാനിതേപോലെ ഒട്ടിച്ച് ഒന്ന് തേച്ച് കൊടുത്തിരിക്കുകയാണ്. കറുപ്പ് ഇതേപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കും. അല്ലെങ്കിൽ നമുക്കൊന്ന് തേച്ച് ഇങ്ങനെ അടിയിൽ വെച്ച് മേളിലും പേപ്പർ വെച്ച് ഇത് തേപ്പൊട്ടി ഉപയോഗിച്ച് ഒന്ന് തേച്ച് കൊടുത്താൽ മതി. അതേപോലെ തേച്ച് കൊടുത്തത് ഞാനിതാ ഇതേപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കേട്ടോ, ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം. ആ കട്ട് ചെയ്ത് നമുക്കിതിലേക്ക് വെച്ചൊന്ന് ചുറ്റിക്കെട്ടി കൊടുക്കാം. ഇതിലേക്ക് വെച്ചൊന്ന് ചുറ്റിക്കെട്ടി കൊടുക്കുക. നമുക്കിതിൻ്റെ അകത്ത് ഒരു പൂമ്പൊടി പോലെ നിൽക്കാനായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ഇതൊന്ന് ചുറ്റിക്കെട്ടി നമുക്ക് കൊടുക്കാം. നൂല് ഉപയോഗിച്ച് നമുക്കിതൊന്ന് കെട്ടിക്കൊടുക്കണം. ഇതാ ഇങ്ങനെ നമ്മളൊന്ന് കെട്ടിക്കൊടുക്കാം. അതിന് ശേഷം നമ്മളിതാ ഇതേപോലെ എടുത്തിരിക്കുന്ന ഇതിലേക്കൊന്ന് ചുറ്റി കൊടുക്കുക. റോസ് കളറാണോ ചുവന്ന കളറാണോ ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതെന്ന് വെച്ചാൽ റോസോ ചുമപ്പോ മഞ്ഞോ എന്തായാലും നീലയായാലും കുഴപ്പമൊന്നുമില്ല. നിങ്ങളുടെ കയ്യിലുള്ള കവർ ഉപയോഗിച്ച് നമുക്കിതേപോലെ ചെയ്തെടുക്കാം. ഇതിങ്ങനെയൊന്ന് ആദ്യം ഇങ്ങനെയൊന്ന് ചുറ്റിക്കെട്ടി കൊടുക്കുക. ഇങ്ങനെയൊന്ന് ചുറ്റിക്കെട്ടി ആദ്യത്തേത് ഒരെണ്ണം ഇങ്ങനെ ചുറ്റിക്കെട്ടി കൊടുക്കുക. അതിന് ശേഷം അടുത്തത് നമുക്ക് ഇതേപോലെ കെട്ടിക്കൊടുക്കാം. ഇതാ ഇങ്ങനെ കെട്ടിക്കൊടുക്കുക. അടുത്തത് വീണ്ടും നമുക്ക് ഇതേപോലെ തന്നെ നമുക്ക് എടുത്തതിന് ശേഷം ഇതൊന്ന് പതുക്കെ ഒന്ന് ചൂടാക്കി കൊടുക്കണം. അല്പം കൂടെ ഇങ്ങനെ വിടർന്നിരിക്കത്തക്ക രീതിയിൽ ഇരിക്കാനായിട്ട് നമുക്കിതൊന്ന് ചൂടാക്കി കൊടുക്കുക. ഇതിങ്ങനെ വെച്ചതിന് ശേഷം ആദ്യത്തെ നമ്മളതേപോലെ വെച്ച് കൊടുത്തു, കെട്ടിക്കൊടുത്തു. അതിന് ശേഷം അടുത്തത് നമ്മൾ ഇതേപോലെ തന്നെ നമ്മൾ എടുത്തതിന് ശേഷം നമുക്കിതൊന്ന് ഇങ്ങനെ ഒന്ന് ചൂടാക്കി ഒട്ടിച്ചു കൊടുക്കണം. ഇല്ലെങ്കിൽ പശ വെച്ച് ഒട്ടിച്ചാലും മതി കേട്ടോ. ഇങ്ങനെ ഇത് തന്നെ ചൂടാക്കി കൊടുത്ത് ഒട്ടിക്കണമെന്നൊന്നുമില്ല, പശ വെച്ച് ഒട്ടിച്ചാലും മതി. ഇതേപോലെ ഒന്ന് ആക്കിയെടുത്തതിന് ശേഷം അത് നമ്മൾ ഇതേപോലെ ഒന്ന് വിടർത്തിയെടുക്കുക. വിടർത്തിയെടുത്തതിന് ശേഷം പെറ്റലുകളെല്ലാം ഒന്നിങ്ങനെ ഒന്ന് ആക്കി കൊടുക്കുക. ഇതേപോലെ ഒന്ന് ആക്കി കൊടുക്കുക. ഇങ്ങനെ ഒന്ന് ആക്കി കൊടുക്കുക. അതിന് ശേഷം അതിങ്ങനെ ഒന്ന് കയറ്റി കൊടുക്കുക. അതും ഇതിലേക്ക് നമുക്കൊന്ന് പശ വെച്ച് ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ. ആദ്യത്തെ നമ്മൾ നൂല് വെച്ച് കെട്ടിയതായതുകൊണ്ട് അവിടെ ഇരുന്നോളും. അടുത്തത് നമ്മൾ ഇതേപോലെ പശ വെച്ച് ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ. ഇങ്ങനെ കോർത്തതിന് ശേഷം നമ്മൾ അത് പശ വെച്ച് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഈ രീതിയിൽ നമുക്ക് പശ വെച്ച് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം.
അതിനുശേഷം നമ്മൾ ഈ കളറ് നമുക്ക് ഇതിനകത്തേക്ക് കോർത്ത് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ നടുഭാഗം ഒന്ന് തുളച്ചെടുക്കുക. അതും ഇതുപോലെ തന്നെ നമുക്ക് പശയൊന്ന് തൂത്തിട്ട് ഒട്ടിച്ചു കൊടുത്താൽ മതി. ഇങ്ങനെ നമുക്ക് ഒട്ടിച്ചെടുക്കാം. ഇതേപോലെ നമുക്ക് ഒട്ടിച്ചെടുക്കാം. അതിന് ശേഷം നമുക്കൊരു ഗ്രീൻ കളറിൽ ഒരു ഇതെടുത്തതിന് ശേഷം നമുക്ക് ഇങ്ങനെയൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇങ്ങനെ ചതുരത്തിൽ മടക്കിയതിന് ശേഷം ഇതൊന്ന് കോണായിട്ടൊന്ന് മടക്കി കൊടുക്കുക. അതിന് ശേഷം ഇത് വളരെ ചെറുതായിട്ട് നമുക്കിങ്ങനെ ഒന്ന് ക്രോസായി ഇതൊന്ന് റൗണ്ട് ആക്കാനായിട്ട് നമുക്കിതിങ്ങനെയൊന്ന് വെച്ച് നമുക്കിത് ഒപ്പം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. ഇങ്ങനെയൊന്ന് കട്ട് ചെയ്തതിന് ശേഷം ഈ രീതിയിൽ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്കിതാ ഇങ്ങനെ കിട്ടും കേട്ടോ. ഇതേപോലെ കിട്ടും. ഇങ്ങനെ നമ്മൾ റൗണ്ടിലാണ് കിട്ടിയിരിക്കുന്നത്. ഇതിങ്ങനെ റൗണ്ടിൽ കിട്ടിയിരിക്കുന്നത് ഇതിങ്ങനെ റൗണ്ടിൽ നമുക്ക് ഇതേപോലെ കിട്ടും. അത് ഞാനിത് ഒന്നിച്ച് മടക്കിയെടുക്കാം കേട്ടോ. എന്നിട്ട് അതിങ്ങനെ കോണായിട്ട് ഇങ്ങനെ ഒന്ന് മടക്കി നമുക്കിതിൻ്റെ അടിയിലേക്ക് വെച്ച് കൊടുക്കാം. പശ വെച്ച് ഒട്ടിച്ചിട്ട് വേണം കേട്ടോ. ഇങ്ങനെ വെച്ച് പശ വെച്ച് നമുക്ക് ഒട്ടിക്കാം. ഇത് നമുക്കിതൊന്ന് ചൂടാക്കി കൊടുക്കണം. ഇത് തമ്മിൽ നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. പശ വെച്ച് ഒട്ടിച്ചാലും മതി കേട്ടോ. അതിപ്പോൾ ഞാനിപ്പോൾ മെഴുകുതിരിയിൽ ചൂടാക്കി കൊടുക്കുന്നത്. ഒന്ന് ചൂടാക്കി ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. അതിന് ശേഷം നമുക്കിതിൽ പശ വെച്ച് തൂത്തതിന് ശേഷം നമുക്ക് അങ്ങോട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇതിൻ്റെ അടിഭാഗം ഒന്ന് വട്ടത്തിലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. കാരണം അതിൻ്റെ അകത്തേക്ക് കയറണമല്ലോ, അതിന് വേണ്ടിയിട്ട്. ഇതെങ്ങനെയൊന്ന് കയറ്റി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. എല്ലായിടത്തും നിറച്ച് പശ തൂത്ത് കൊടുക്കാം. അതിന് ശേഷം ഇതിങ്ങനെ വെച്ച് നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇത് ഒത്തിരി കയറ്റി വെക്കണ്ട കേട്ടോ. ഒത്തിരി കയറ്റി വെക്കാതെ ഒരല്പം ഒരു ഇറക്കി വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇതിങ്ങനെ ഇവിടെ ഇച്ചിരി വലുപ്പത്തിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിതിങ്ങനെ ഒട്ടിച്ചു കൊടുത്തത്. അല്ലെങ്കിൽ ഇത് ചുറ്റി എടുത്താലും മതി. ഇതിങ്ങനെ കണ്ടോ. അപ്പോൾ ഇതിൻ്റെ അകത്ത് നിറച്ച് ഇങ്ങനെ നിൽക്കുന്ന പോലെ നിറച്ചൊരു കുടം പോലെ ഇങ്ങനെ നിറഞ്ഞ് നിൽക്കത്തക്ക രീതിയിൽ നിൽക്കാനായിട്ട് നമ്മൾ ഇതേപോലെ ഒന്ന് ഒട്ടിച്ച് നമുക്ക് എടുക്കുക. അതുണ്ടോ, നല്ല ഭംഗിയുള്ള പൂവ് നമുക്ക് ഇതേപോലെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ലീഫിന് വേണ്ടിയിട്ട് ഇതേപോലെ ഗ്രീൻ കളറിലെ കവർ ഞാൻ തേച്ചെടുത്തിട്ടുണ്ട്. അതിങ്ങനെയൊന്ന് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇത്രയായിട്ടാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. അതിങ്ങനെ ഒന്ന് മടക്കുക. രണ്ടായിട്ട് മടക്കി ഈ വീതിയിൽ ഒരു 1.5 ഇഞ്ച് വീതിയിലുള്ളത് മതി കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ള നീളത്തിൽ എടുക്കുക. ഞാനിപ്പോൾ ഇത്ര നീളത്തിലാണ് എടുത്തിരിക്കുന്നത്. അതൊന്ന് നമുക്ക് ഇങ്ങനെയൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഉണ്ട്, ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തു. ഇതൊന്ന് നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അതിന് വേണ്ടിയിട്ടൊരു നൂൽക്കമ്പ് എടുക്കുക. അതിലേക്ക് നമുക്കിതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇത് 2 എണ്ണം ഒന്നിച്ച് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ഒട്ടിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ നടുക്ക് നമുക്ക് ഇതേപോലെ ഫെവിക്കോൾ തൂത്ത് കൊടുക്കാം. ഇത് ഗ്ലൂ ഗണ്ണ് ഉപയോഗിക്കുക, അല്ലെങ്കിൽ ഫെവി ബോണ്ടാണ് കേട്ടോ ഞാൻ എടുക്കുന്നത്. എളുപ്പം നൊട്ടാനായിട്ട് നമുക്ക് ഫെവി ബോണ്ടാണ് കേട്ടോ നല്ലത്. ഇതിലെല്ലാം ഒന്ന് പശ തൂത്ത് കൊടുക്കുക. തൂത്തതിന് ശേഷം നമുക്ക് ഇതേപോലെ നൂൽക്കമ്പി വെച്ചിട്ട് നൂൽക്കമ്പി വെച്ച് കൊടുക്കുക. അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഇതും കൂടെ ഒട്ടിച്ചു കൊടുക്കാം. രണ്ട് ഇലകൾ ഒന്നിച്ച് വെച്ചിട്ടാണ് കേട്ടോ. 2 എണ്ണം ഞാൻ കട്ട് ചെയ്തേക്കുന്നത് ഒന്നിച്ച് വെച്ചാണ് ഞാൻ ഒട്ടിച്ച് കൊടുക്കുന്നത് കേട്ടോ.
ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കാം. ഇങ്ങനെ എല്ലാം ഒട്ടിച്ചതിന് ശേഷം നമുക്ക് കത്രികയുടെ അറ്റം വെച്ച് ഇതുപോലെ ഒന്ന് അതിനൊന്ന് ഒരു ഞരമ്പ് പോലെ ഇങ്ങനെ ഒന്ന് ആക്കി കൊടുക്കാം. ഇങ്ങനെയൊന്ന് വലിച്ചെടുത്താൽ മതി. ഇങ്ങനെയൊന്ന് വലിച്ച് കൊടുത്താൽ മതി. അപ്പം നമുക്കിത് ഇതേ രീതിയിൽ നമുക്ക് കിട്ടും. ഉണ്ട്, ഇങ്ങനെ നമുക്കൊരു പാട് പോലെ കിട്ടും. കണ്ടോ? ഇതേപോലത്തെ ഇലകൾ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. പല വലിപ്പത്തിലുള്ളതും ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാക്കിയെടുക്കാം. അല്ല ഒരേപോലത്തെ ആണെന്നുണ്ടെങ്കിൽ ഒരേപോലത്തെ ഇലകൾ ഇതേപോലെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അങ്ങനെ കുറച്ചധികം പൂക്കളുകളും ഇലകളും ഒക്കെ നമുക്ക് ഇതേപോലെ ഉണ്ടാക്കിയെടുത്തതിന് ശേഷം ഇത് സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇതേപോലെ ഞാൻ 2 പൂക്കൾ ഉണ്ടാക്കിയിട്ടുണ്ട്, ഒരു 3-4 ഇലകളും ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ഇലകളും പൂക്കളും എല്ലാം കൂടെ ഇങ്ങനെയൊന്ന് വെച്ച് കൊടുത്ത് നമുക്ക് ഒന്നുമില്ലെങ്കിൽ ഇത് ഒന്നിച്ച് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു പേപ്പർ ഗ്ലാസ്സിലേക്കോ ഫ്ലവർ വേസിലേക്കോ ഇതേപോലെ പൂക്കളും ഇലകളും ഒക്കെ വെച്ച് നമുക്കൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നിങ്ങളെല്ലാവരും ഇതേപോലെ ഉണ്ടാക്കുക കേട്ടോ. നമുക്ക് പൈസയൊന്നും കൊടുത്ത് വേറെ പൂക്കളൊന്നും വാങ്ങേണ്ട കാര്യമില്ല. ഇതേപോലെ നമുക്ക് നമ്മുടെ വേസ്റ്റായിട്ട് വരുന്ന ഈ കവറുകൾ മതി. ഈ കവർ ഉപയോഗിച്ച് നമുക്ക് ഇതേപോലെ മനോഹരമായിട്ടുള്ള പൂക്കളൊക്കെ ഉണ്ടാക്കിയെടുക്കാം. നല്ല ഇലകളും പൂക്കളും ഒക്കെ നമുക്ക് ഇതേപോലെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് കേട്ടോ.